നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തറിനെ ആകെ വലയ്ക്കുകയാണ് പൊടിക്കാറ്റ്. ഖത്തറിൽ ചൊവ്വാഴ്ച ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. തലസ്ഥാന നഗരിയായിട്ടുള്ള ദോഹ മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാവിലെ മുതൽ പൊടിക്കാറ്റ് അതിശക്തമായി വീശിയടിച്ചു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്ന കർശന നിർദ്ദേശം. കാലാവസ്ഥാ മാറ്റം സംബന്ധിച്ച് ഖത്തർ കാലാവസ്ഥാ വിഭാഗം നൽകിയ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ശക്തമായ പൊടിക്കാറ്റ് അനുഭവപ്പെട്ടത്. പൊടിപടലങ്ങൾ കാരണം കാഴ്ചാപരിധി 1 കിലോമീറ്ററിൽ താഴെയായി കുറഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. റോഡിലെ കാഴ്ച വരെ മറയ്ക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും വാഹനയാത്രക്കാരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെടുന്നു. തണുപ്പിൽ നിന്നും ചൂടിലേക്കുള്ള കാലാവസ്ഥാ മാറ്റത്തിന് മുന്നോടിയായിട്ടാണ് ഈ പൊടിക്കാറ്റിന്റെ വരവ് എന്നാണ് വ്യക്തമാകുന്നത്. ഒരാഴ്ച വരെ കാറ്റ് തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. രാജ്യത്ത് താപനിലയും ഉയർന്ന രീതിയിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. തീരപ്രദേശങ്ങളിൽ ശക്തമായ രീതിയിൽ പൊടിക്കാറ്റ് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. തിരമാലകൾ ഉയരാനും സാധ്യതയുണ്ട് എന്നും അതിനാൽ തന്നെ കടലിനെ സമീപിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിലവിലെ കാലാവസ്ഥയിൽ തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമായ മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കണമെന്നും തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അതേസമയം ആസ്മ പോലുള്ള ശ്വസന സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ പുറത്തിറങ്ങാതെ സൂക്ഷിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നൊക്കെയാണ് നിർദ്ദേശം. എന്തായാലും ഖത്തറിനെ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ശക്തമായ പൊടിക്കാറ്റുകൾ വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താണ് എന്ന് കൂടെ നോക്കാം. അതിൽ പ്രധാനപ്പെട്ടത് പൊടിക്കാറ്റുകൾ ദൃശ്യപരതയെ ഗണ്യമായി കുറയ്ക്കും എന്നതിനാൽ തന്നെ നിങ്ങളുടെ കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് കൃത്യമായി ഉറപ്പാക്കുക. എന്നിട്ട് മാത്രം യാത്ര ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേഗത കുറയ്ക്കുക. RTA പഠിതാക്കളുടെ കൈപ്പുസ്തകങ്ങളിൽ പറയുന്നത് പ്രകാരമുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കേണ്ടതുണ്ട്. നിങ്ങളുടെ നേരെ വരുന്ന വാഹനങ്ങളിൽ നിന്നുള്ള പൊടി മറ്റു വാഹനങ്ങൾ ഒരു കുഴി അല്ലെങ്കിൽ വളവ് പോലുള്ള അപ്രതീക്ഷിത അപകടങ്ങൾ മറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത കൃത്യമായിട്ട് നോക്കി വേണം യാത്ര ചെയ്യാൻ. ജനാലകളിൽ എറിയുന്ന പൊടി അവിടെ നിന്ന് കാണാൻ, അതായത് ദൃശ്യത കുറയ്ക്കാനുള്ള സാഹചര്യം ഒരുക്കും. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം എന്ന് തന്നെയാണ് പറയുന്നത്. അധിക വേഗതയൊന്നും പാടില്ല. സുരക്ഷിതമായി തന്നെ മെല്ലെ വാഹനം ഓടിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. അതുപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോൾ ചിത്രങ്ങളോ വീഡിയോകളോ എടുക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക. ദൃശ്യപരത കുറഞ്ഞ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ ഇത്തരത്തിൽ ശ്രദ്ധ തിരിയാനുള്ള വഴികളൊന്നും ഉണ്ടാക്കാതിരിക്കുക. മുൻകാലങ്ങളിൽ അബുദാബി പോലീസ് വാഹനം ഓടിക്കുന്നവരോട് വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് ദൃശ്യപരത കുറഞ്ഞ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോഗ്രഫിയൊക്കെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് നിർദ്ദേശം. അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശമുണ്ട്. പൊടി നിറഞ്ഞ സാഹചര്യങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ വാഹനം ഓടിക്കുന്നവർ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം മുമ്പ് അവബോധം വളർത്തിയിട്ടുണ്ട്. അതിൽ പറയുന്നത് പ്രകാരം വാഹനം ഓടിക്കുമ്പോൾ ഹസാർഡ് ലൈറ്റുകൾ ഉപയോഗിക്കരുതെന്നും നിങ്ങളുടെ പാതയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രാലയം പറയുന്നു. വാഹനം ഓടിക്കുന്നവർ കൃത്യമായി ഇക്കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ മറ്റു വീടുകളോ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ തന്നെ പോകുന്ന വഴികളിൽ ഉണ്ടെങ്കിൽ അതും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പൊടിപടലങ്ങൾ ഉള്ളതിനാൽ ഇത്തരം സാഹചര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കരുതലോടും തന്നെ മുന്നോട്ട് യാത്ര ചെയ്യുക എന്നാണ് ഡ്രൈവർമാർക്ക് നൽകുന്ന ഉപദേശം.